ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഇത് ഞങ്ങൾ 10 പേര്, അതായത് ഒരു പരിചയവുമില്ലാത്ത 10 സ്ഥലങ്ങളിൽ നിന്ന് വന്ന 10 പേർ, അത് എന്നെയും കൂടെ ചേർത്ത് 11 പേർ. ഞങ്ങൾ ഞങ്ങളുടേതായ വീട്ടിൽ കുക്ക് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസ് കൊണ്ടുവന്ന് ഒരുമിച്ച് ഒരു 5 ഇല നിരത്തിയിട്ടിരുന്ന് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോ കോളേജിൽ നിന്ന് ട്രെയിനായിട്ട് വന്നവരാണ്. അപ്പോൾ അവിടെ വെച്ച് ഇവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു. അങ്ങനെ ഒരു വൈബായിട്ടുള്ള ഒരു 11 പേർ. അപ്പോൾ കുറച്ച് പേര് ബിരിയാണി കൊണ്ടുവന്നു, ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നു, ഗീ റൈസ് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും കൂടെ പരസ്പരം കുറച്ച് പേര് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇങ്ങനത്തെ റൈസ് ഐറ്റം കൊണ്ടുവന്നാണ് നമ്മൾ ഫസ്റ്റ് തട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തട്ടേണ്ട താമസം എല്ലാവരുടെ കൈകളും ഇങ്ങനെ പാറിപ്പറന്ന് വന്ന് കഴിക്കുന്നത് കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഇനി ഇങ്ങനെ ഒരു ഒരു മൊമെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അന്ന് എൻ്റെ ജീവിതത്തിന് എന്തായാലും പോസിബിൾ ആവാനുള്ള സാധ്യതയില്ല. കാരണം ഞങ്ങൾ ഇത്രയും പേര് എല്ലാവരുടെ ഫേസും ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. എല്ലാവരും കൂടെ കണ്ടോ വളഞ്ഞിരുന്ന് കഴിച്ചിട്ട്, ഒരാൾ മാറിയിരിക്കുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, പുള്ളിക്കാരത്തേക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു ആയുർവേദ മെഡിസിനൊക്കെ ആയിട്ടാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റാത്ത. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് തന്നെ ഇലയ്ക്ക് കാലിയായി അങ്ങ് പോയി. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഇത് കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചോറാണ്. കാരണം 2-3 പേര് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോറ്, ചമ്മന്തി, മീൻ, മുട്ട, അങ്ങനെ കുറച്ച് ഐറ്റം. വയറെന്ത് വരുവായെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ കൂടിയിരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷം. പായസത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ മൊമെൻറ്റ്സ്, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, നമുക്ക് ജീവിതത്തിൽ ഇന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന സുന്ദര നിമിഷങ്ങൾ തന്നിട്ടുള്ള മൊമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഗിവ് അവേയുടെ കാര്യം നിങ്ങൾ മറക്കരുത്. ഞാനും മറന്നിട്ടില്ല. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ സമ്മാനങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഷജിത, ആ പുള്ളിക്കാരി ഇതുവരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. പ്ലീസ് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.